ആത്മീക ജീവിതം കരിക്കട്ട പോലെ ഒരു കാലത്ത് കത്തിയ അഗ്നി കഴിഞ്ഞ നാളുകളിൽ ശത്രുവായവൻ തല്ലിക്കെടുത്തി. നീ പ്രാർത്ഥിച്ചാൽ ചില ആയുധങ്ങൾ പുറത്തു വരും, നീ ആരാധിച്ചാൽ ചില ആയുധങ്ങൾ പുറത്തു വരും, നീ ഉപവസിച്ചാൽ ചില ആയുധങ്ങൾ പുറത്തു വരും. ഇത് കണ്ട ഫെലിസ്ത്യർ പറഞ്ഞു, ഇസ്രായേലിയ പാളയത്തിന്റെ അകത്ത് ഒരു പുതിയ ആയുധം പോലും പുറത്തു വരാൻ അനുവദിക്കരുത്. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന മുടക്കിയത് ആ വെല്ലുവിളിയെ കേട്ടോ. യോഗങ്ങളും യാഗങ്ങളും ഒക്കെ മുടക്കിയത് ഈ വെല്ലുവിളിയെ കേട്ടോ. ഈ 2026 ഈ വെല്ലുവിളി ദൈവമക്കൾക്കെതിരെയുണ്ട്, അഭിഷക്തന്മാർക്കെതിരെയുണ്ട്. ശുശ്രൂഷയിൽ ശോഭിക്കുന്ന അഭിഷക്തന്മാരെ നോക്കിക്കൊണ്ട് ഫിലിസ്തീയ ശക്തികൾ അന്ന് ഇസ്രായേലിനെ നോക്കി പറഞ്ഞെങ്കിൽ ഇന്ന് ദുഷ്ടശക്തികൾ അഭിഷക്തന്മാരെ നോക്കി പറയുന്നുണ്ട്, മൂർച്ചയുള്ള പ്രസംഗം നിന്റെ വായിൽ നിന്ന് വരരുത്, അഭിഷേകമുള്ള പാട്ട് നിന്റെ വായിൽ നിന്ന് വരരുത്, ദൈവകൃപയുള്ള പ്രാർത്ഥന നിന്റെ വായിൽ നിന്ന് വരരുത്. തീച്ചൂളയുടെ മുൻപിൽ ഇരിക്കുന്ന ഒരു കൊല്ലനെ പോലെ കുടലുണക്കി ദൈവസന്നിധിയിൽ ദിവസങ്ങളോളം ഉപവസിക്കുന്ന ദൈവമക്കൾ ദൈവസഭയ്ക്കകത്തുണ്ട്. ശത്രുവായവൻ പറയുകയാ, ഉപവസിക്കുന്നവൻ സഭയ്ക്കകത്തുണ്ടാകരുത്, പ്രാർത്ഥിക്കുന്നവൻ സഭയ്ക്കകത്തുണ്ടാകരുത്. അതുകൊണ്ട് കഴിഞ്ഞ നാളിൽ കത്തിയ തീയെ, ആളിക്കത്തിയ തീയെ, ആയുധങ്ങൾ രൂപപ്പെടുത്തി പുറത്തു കൊണ്ടുവന്ന തീയെ കെടുത്തിക്കളയാൻ ശത്രുവായവൻ പദ്ധതി ഒരുക്കിയെങ്കിൽ എത്ര പേര് പറയും ഈ 2026 നഷ്ടപ്പെട്ടു പോയ തീയെ ആളി കത്തിച്ച് മൂർച്ചയില്ലാത്ത ആയുധങ്ങൾ